നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ ഇഗ്നോയിൽ നിന്ന്. ഇന്ന് നമ്മൾ ചൈനീസ് ഹിസ്റ്ററിൻ്റെ 2 ചാപ്റ്റേഴ്സാണ് കവർ ചെയ്യുന്നത്, 10ഉം 11ഉം. 10ല് നമ്മൾ പരാമർശിക്കുന്നത് ഫോറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ചൈനയിൽ 16-19 ശേഷം 1911 റവല്യൂഷന് ശേഷം വന്നിട്ടുള്ള പുറത്തെ രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും, അതിനുശേഷം പുതിയ ഒരു ക്ലാസ്, അതായത് പുതിയ ഒരു മിഡിൽ ക്ലാസിൻ്റെ പരാമർശം, അതിനുശേഷം വരുന്നത് നമ്മളുടെ അടുത്ത നാഷണലിസമാണ്. രണ്ടാമത്തെ ചാപ്റ്റർ 11ൽ വരുന്നത് നാഷണലിസം, അതായത് സ്വയരാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ പറയുന്നു. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, ഈ 1911 റവല്യൂഷൻ ഉണ്ടായി. അതായത് അവരുടെ റവല്യൂഷൻ കാരണം ആ റവല്യൂഷണറി സിസ്റ്റത്തിൽ കൂടെ, അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ടാണ് അവരുടെ ചൈനീസിൻ്റെ ഗവൺമെൻറ്റിനെ മാറ്റണം എന്നുള്ളൊരു തോന്നുന്നതും, അതിൽ കൂടെ അവരുടെ ലാൻഡിൻ്റെ, അതായത് സ്ഥല ഉടമസ്ഥന്മാരുടെയും സിവിൽ എക്സാമിനേഷനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ യൂറോപ്പിൽ വന്നു. അപ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും, അല്ലെങ്കിൽ ക്യാപിറ്റലിസം വരുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നു, മോഡേൺ ടെക്നോളജി വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കൂടെ ചൈനയിലെ ഫോറിൻ ട്രേഡിൻ്റെ ഒരു വിപ്ലവം, അതേമാതിരി തന്നെ അവർക്ക് ഫോറിൻ ട്രേഡിനെ പറ്റിയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അയൽ രാജ്യത്തിൽ നിന്ന് വരുന്നവർ, അത് പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ജാപ്പനീസിൻ്റെയും വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും രാജ്യങ്ങൾ ഇവിടെ വന്ന് സ്ഥിരമായി താമസിക്കുകയും അവര് പൈസ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചൈനയിൽ നടത്തുകയും $1610 മില്യൺ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡോളേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന കാലഘട്ടമാണ്. ആ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ വരുമ്പോഴത്തേക്കും ആ ഫോറിൻ കൺട്രോളും വരും. അതേമാതിരി തന്നെ ഫോറിൻ കൺട്രോളിൽ ആൾക്കാർ അവിടെ ജീവിക്കുമ്പോൾ അവരുടെ ചിട്ടവട്ടങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ കൂടെ ഈ ചൈനയിൽ വന്നു. ചൈന ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവർ വളരെ കൺസർവേറ്റീവ് ആണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പുറം രാജ്യങ്ങളുമായിട്ടുള്ള ഇമ്പീരിയലിസ്റ്റുമായിട്ടുള്ള കോണ്ടാക്ട് കാരണം അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലാന്ന് വെച്ചാൽ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രേഡ്, റെയിൽവേസ്, മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, പ്രോപ്പർട്ടി, ബാങ്കിങ്, ഫൈനാൻസ്, ഷിപ്പിംഗ്, മൈനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള മാതിരി തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഇവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. കാരണം അവരുടെ ബിസിനസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടും റെയിൽവേസ് വഴി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഡോക്യുമെന്റ്സ് ബാങ്കിങ് വഴിയും ഫൈനാൻസ് വഴിയും ഷിപ്മെന്റ് ചെയ്യുക, അങ്ങനെ മൈനിങ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുക. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ്സ് അവരുടെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ആ ഫോറിൻ ക്യാപിറ്റൽ വരുമ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും വരിക. കൂടാണ്ട് അഗ്രികൾച്ചർ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്രോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഏക്കർ കണക്ക് പ്ലാന്റേഷൻ ചെയ്യുക, അതായത് എസ്റ്റേറ്റ്. നമ്മുടെ നാട്ടില് സിംലയിലും അതേമാതിരി നോർത്ത് ഇന്ത്യയിലും ഒക്കെ ടീ എസ്റ്റേറ്റ്, അതായത് ഇംഗ്ലണ്ടിന്റെ ഒരു പരിവർത്തനം പറഞ്ഞാൽ ചായ കുടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കോഫി എസ്റ്റേറ്റ്, അങ്ങനത്തെ ഒരു എസ്റ്റേറ്റ് ആണ് അഗ്രികൾച്ചറിൽ വന്നത്. പിന്നെ നമ്മൾ ലേറ്റർ ഓൺ ഈ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് പ്രോഡക്റ്റ് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോട്ടൺ ആവശ്യം വന്നപ്പോൾ കോട്ടൺ പ്ലാന്റേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതേമാതിരി തന്നെ ഇവിടെയും കാണാൻ പറ്റും. അതേമാതിരി തന്നെ ഈ ഡ്രഗ്സ് ഇൻ ദ സെൻസ് ഡൈ ചെയ്യാനുള്ള ഇൻഡിഗോ ഇന്ത്യയിൽ നടത്തിയിരുന്നു. അപ്പോൾ ഏത് ബിസിനസ് ആണോ
ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺട്രിക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും അവര് നടത്തുക. ഇനി ഈ വാറിന് ശേഷം അല്ലെങ്കിൽ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ട്രീറ്റി ഓഫ് പോർട്സിനെ പറ്റി, ഷാൻഗായില് ട്രീറ്റി ഓഫ് പോർട്സ് എന്ന് വെച്ചാൽ അവരുടെ ഷിപ്പുകൾ വന്ന് നിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആങ്കർ ചെയ്യാനും ഷിപ്പ് മുഖാന്തരം അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും കൂടുതലായിട്ട് കൊണ്ടുപോകാനും അതേമാതിരി ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാനും ആ ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ആ ട്രീറ്റി പോർട്സ് എന്നുള്ള പോർട്ട് PORT ആണ് പോർട്ട്. അത് നാവിക നേവൽ ബേസ് ആണ്. അപ്പോൾ ഓരോ ഇതിലും ഇങ്ങനെ കൊണ്ടുവന്ന് അവര് ട്രീറ്റ് ചെയ്ത് ചൈനീസ് ഗവൺമെന്റിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർക്കുള്ള ആവശ്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഫോറിൻ ഫേംസിന് അവരുടെ റവന്യൂ, ലാർജ് ആയിട്ടുള്ള റവന്യൂ വരും. ബെറ്റർ ടെക്നോളജി ഉണ്ട്, ബെറ്റർ മാനേജ്മെന്റ് ഉണ്ട്, ഭയങ്കര നല്ല മാനേജ്മെന്റ്. കമ്പയറിംഗ് ടു ചൈനീസ് ഗവൺമെന്റ് അവരുടെ അഡ്വാൻറ്റേജസ് അതാണ്. അപ്പൊ ആ അഡ്വാൻറ്റേജസിൽ കൂടെ അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുക എന്നുള്ള ഒരു മോട്ടീവിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അവര് ചെയ്തത്. ഇനി ഇതിൽ ഇങ്ങനെ വന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന്, അതായത് ഒരു ജനറൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഒരു സൊസൈറ്റി വരികയാണ്. കാരണം നമ്മള് ഇന്ത്യൻ ഗവൺമെന്റിലും ഇതേ ഒരു മിഡിൽ ക്ലാസ് വന്നിട്ടുണ്ട്. ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സിസ്റ്റം, ഒന്നില്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്നത് മുഴുവനും രാജാക്കന്മാര്, അല്ലെങ്കിൽ ബിസിനസ്സുകാര്, അല്ലെങ്കിൽ വലിയ വലിയ പണക്കാര്. പിന്നത്തെ എന്ന് പറയുന്നത് ഒരു ലേബറാണ്. ലേബർ ഫാക്ടറിയിലായാലും ശരി പാടത്തായാലും ശരി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് പണം മുടക്കുന്ന ആളും പിന്നൊന്ന് പണിയെടുക്കുന്ന ആളും. പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണാൻ പറ്റുന്നത് ഒരു മിഡിൽ ക്ലാസ്, അതായത് ഇത് രണ്ടിനും നടുവിലുള്ള ഒരു ക്ലാസിന്റെ ഉത്ഭവം. ആ ഉത്ഭവത്തിൽ കൂടെ അവിടെ വരുന്നത് പ്രൊഫഷണൽസ് ആണ്, ഇന്റലക്ച്വൽസ് ആണ്, ലാൻഡ് ഓണേഴ്സ് ആണ്, ടീച്ചേഴ്സ് ആണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ നമുക്ക് ഈ ചൈനീസ് ഹിസ്റ്ററിയിലും കാണാൻ പറ്റും, അതായത് 18ാം നൂറ്റാണ്ടിൽ. അപ്പോൾ സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും ഒരു ചേഞ്ചസ് ചൈനയിൽ വരികയാണ്. അതിൽ കൂടെ ആ ചേഞ്ചിൽ കൂടെ ബിസിനസ്സുകാര്, ട്രേഡേഴ്സ്, കച്ചവടക്കാര് പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മേടിച്ച് വില്ലേജിൽ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തു നിന്ന് മേടിച്ച് ടൗണിൽ കൊണ്ടുവന്ന് വിൽക്കുക. അതിൽ വിൽക്കുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവര് ബിസിനസിന്റെ റവന്യൂ കൂട്ടിക്കൊണ്ടിരുന്നത്. കൂടാണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരാമർശിച്ചിരുന്നു ഓപ്പിയം വാറിനെ പറ്റി. ഓപ്പിയം വാർ എന്ന് പറയുന്നത്, ഓപ്പിയം ഉപയോഗിക്കുമ്പോൾ ആ എനർജി നഷ്ടപ്പെട്ട ഒരു യുവതലമുറ വരും. മാനസികമായിട്ടും ഈ ഓപ്പിയം യൂസ് ചെയ്യുമ്പോൾ അവർ തളർന്നു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പണി കുറയും, പുറത്തുനിന്നുള്ളവർക്ക് കൂട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇവര് ബിസിനസ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പർ ക്ലാസ് അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഓപ്പിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുക, ഇവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് നല്ല ലാഭം കിട്ടും, നിറയെ ലാഭം കിട്ടും. പിന്നെ പണിക്കാർ അവരുടെ ആൾക്കാർ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ റെസ്പോൺസിബിലിറ്റിയും പൊളിറ്റിക്കലി നോക്കിയാലും അവരുടെ ഈ മർച്ചൻസും ക്യാപിറ്റൽ നമുക്ക് പറയാൻ പറ്റും ബൂർഷ്വായിത്വം എന്ന് പറയാം. അതായത് ചൈനീസ് ഗവൺമെന്റ് ബൂർഷ്വായിത്വമായിട്ട് പതുക്കെ പതുക്കെ മാറുകയാണ്. ഇനി 1911 ഉണ്ടായ വാറ് കാരണം ഇവിടെ മാൻഡ്രിൻസ് എന്ന് പറഞ്ഞ അവരുടെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ കുറഞ്ഞു പോകും. ആ പൊസിഷൻ കുറഞ്ഞു പോകുമ്പോൾ 1914 വേൾഡ് വാർ തുടങ്ങും. വേൾഡ് വാർ തുടങ്ങുമ്പോഴത്തേക്കും അതും ഇവിടെ എഫക്റ്റ് ആവും. കാരണം ഈ ഫോറിൻ കോമ്പസിഷൻ അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിനെ അത് എഫക്റ്റ് ആവുന്നുണ്ട്. ചൈനയുടെ അകത്തും പുറത്തും ഇത് എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചൈനയുടെ ബിസിനസ്സിനെയും എഫക്റ്റ് ആയിട്ട് ആദ്യകാലങ്ങളിലുള്ള വാറിനെ നമ്മൾ പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ചൈനീസ് ബ്യൂറോക്രസി എന്നാണ്, റൈറ്റ്? അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ നല്ല കാലഘട്ടം, സുവർണകാലം, കാരണം അവർക്ക് അത്രത്തോളം ബിസിനസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ കൂടെ അവര് വരുമാനങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നു.
ഇനി ഈ 1911 വിപ്ലവത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, വിപ്ലവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ പവർ അങ്ങോട്ട് കുറയാണ്. പവർ കുറഞ്ഞ് അവരെ അടിച്ചമർത്തപ്പെടുകയാണ് ആൾക്കാർ. ചൈനീസ് ഗവൺമെന്റിന്, ചൈനീസ് ഭരണാധികാരികള് അവരെ പവർ കുറഞ്ഞു പോവുകയും ചേംബർ ഓഫ് കോമേഴ്സ്, ബിസിനസ്സുകാരെ അവര് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വരികയും ഇവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് രാജവാഴ്ചയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്യൂറോക്രസി അല്ലെങ്കിൽ ബൂർഷായിത്തം വരുമ്പോൾ അവരുടെ പവർ കൂടുന്നതനുസരിച്ച് അവർ കൺട്രോൾ ചെയ്യും, ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ ചെയ്യും. പിന്നെ ആ ഗവൺമെന്റ് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരു കുമിങ്നാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് വരുന്നുണ്ട്. റവല്യൂഷണറി അലയൻസ് ആണ്, അതായത് വിപ്ലവകാരികളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിനെയാണ് കുമിൻടാങ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ഷാൻഹായിലാണ് അത് മിലിറ്ററിയും മർച്ചന്റും കൂടെ കോമ്പിനേഷൻ, യോദ്ധാക്കളും കച്ചവടക്കാരും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കുമിൻതാങ് ഗവൺമെന്റ്, അല്ലെങ്കിൽ കുമിൻതാങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു. ഇവര് മാറ്റുന്നത് എന്താ വെച്ചാൽ അവരുടെ ഉദ്ദേശം ഐഡിയോളജിക്കലി സൂപ്പർ ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ എടുക്കുക, അല്ലെങ്കിൽ ചൈനയെ അവരുടെ കൺട്രോളിൽ നിർത്തിക്കൊണ്ടു പോവുക. അപ്പൊ അങ്ങനെ വന്ന ശേഷം 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ നടന്ന ഒരു വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഐഡിയ, യൂറോപ്പിൽ നടന്നിട്ടുള്ള റവല്യൂഷണറി ഐഡിയയും അല്ലെങ്കിൽ ജനാധിപത്യവും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നാഷണലിസം ഇങ്ങനെ സ്പ്രെഡ് ആകാൻ തുടങ്ങുന്ന കാലഘട്ടം 18ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഈ സെൻട്രൽ പവറിൽ കൂടെ അവരിങ്ങനെ കൺട്രോൾ പോകുന്നു. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് മർച്ചന്റിന്റെ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റമാണ്. അവർക്ക് കൺട്രോൾ ചെയ്യണം. അവരെന്താ ചെയ്യുന്ന വെച്ചാല് എല്ലാ പൈറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ കടൽ കൊള്ളക്കാരാണ് പൈറേറ്റ്സ് എന്ന് പറയുന്നത്. ബ്രിഗേഡ്സ്, ഇൻഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത സോൾജേഴ്സ്, പിന്നെ സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്യുക. അപ്പൊ അങ്ങനെ അവരിങ്ങനെ കുറച്ചായിട്ട് രാജ്യത്തിന്റെ ഭരണാധികാരം അല്ലെങ്കിൽ പവർ കയ്യിൽ കൊണ്ടുപോകുന്നു. ലോക്കൽ ആയിട്ടുള്ള രാജാക്കന്മാരുടെ പവർ കുറച്ചു പോകുന്നു. അതിന്റെ കൂടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഓപ്പിയം ട്രേഡ് വഴി അവർ ഓപ്പിയം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാര് തളർന്നു പോകും, മാനസികമായിട്ടും. ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയാം, അതിനാണ് ഡ്രഗ് എന്ന് പറയാ. ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താശക്തി പോകും, ശരീരത്തിലുള്ള ശക്തി പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരുമ്പോൾ ആ ജനതയ്ക്ക് ഗവൺമെന്റിനെ പറ്റിയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്കാണ് അവർ പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഷാൻഹായ് ബൊർഗോയ്സ് ആണ്. കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് അത് വരുന്നു. കോസ്റ്റ്, അതായത് തീരങ്ങൾ, ചൈനയുടെ തീരങ്ങൾ ഓറിയന്റഡ് ആയിട്ട് വരുന്നു. ഇതിനുശേഷം ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് സന്യാട്സന്റെ കാലഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ പ്രോഗ്രാംസ് കൊണ്ടുവരികയും സന്യാട്സൻ വന്ന് ഒരു മോഡേണൈസേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിൽ കൂടെ ഒരുപാട് ലോൺസ് കൊടുക്കുകയും റിപ്പബ്ലിക്കൻ ഗവൺമെന്റിനെ സെറ്റപ്പ് ആക്കാനുമുള്ള ഒരു ശ്രമം നടത്തുന്നു. ഈ ശ്രമത്തിൽ കൂടെ നാൻകിങ് ഗവൺമെന്റ് എന്ന് പറയും. അതായത് ഒരു ഓഫീസിൽ 3 മാസമേ ഇരുന്നുള്ളൂ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പായി പോയി ആ സമയത്ത് അവര്. അപ്പൊ ബൊർഗോയ്സ് എന്താ ചെയ്ത വെച്ചാല് ഒരു സന്യാട്സനും അവരുടെ ഗ്രൂപ്പും എല്ലാം വളരെ ഫേം ആയിട്ട് ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കുകയാണ്. ഈ ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കി നാൻകൻ ഗവൺമെന്റ് ഡിസേറബിൾ ആയിട്ട് മഞ്ജു ഡൈനാസ്റ്റി, അതായത് പഴയ ഡൈനാസ്റ്റി തിരിച്ചു വരണം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം അവർക്ക് ഈ പഴയ രാജ്യഭരണം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരുടെ കൺട്രോൾ വേണ്ട, നമ്മുടെ തന്നെ കൺട്രോള്, നമ്മളുടെ പഴയ രാജാധിപത്യ അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാര് ചൈനീസ് റിപ്പബ്ലിക്കിനെ കൊണ്ടുവരണമെന്നുള്ള ഒരു ചിട്ടയിലേക്കാണ് വരുന്നത്. ഇനി അതില് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ ഉള്ളത് യുവാൻ ഷിക്കായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജകുടുംബമാണ്. അവരുടെ ഈ പൊളിറ്റിക്കൽ കുറെ മാസങ്ങൾക്ക് ശേഷം ഈ ഒരു തിരിച്ചു വരാനും
അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമത്തിൽ കൂടെ അവരെന്താ ചെയ്യുന്നത്, അവര് ചേംബർ ഓഫ് കോമേഴ്സിന്റെ കമാൻഡറിനെ അറസ്റ്റ് ചെയ്യും. 1912 ഒരു ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയും ആ സെറ്റിൽമെന്റ് വഴി മോഡറേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് നടക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടുവരുന്നു. ഈ മോഡറേറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നത് ഷാൻഹായ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടീനെയാണ്. യുവാൻ ഷിക്കായി വളരെ ശ്രമമെടുത്തിട്ടാണ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഓർഗനൈസേഷനിൽ കൂടെ അവർ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാമെന്ന് വിചാരിക്കുന്നു. 1911 ഏപ്രിൽ 12 1912 ഏപ്രില് ഷഹാൻ ഒരു സീരീസ് റീഫോംസ് ആണ്, അതായത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ, റീഫോംസ് എന്ന് വെച്ചാൽ പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ, ഒരു ലെവല് ഉണ്ടാക്കുന്നു. അതിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ടാക്സ്, അനാവശ്യമുള്ള ടാക്സ്, ട്രാൻസിറ്റ് ടാക്സ് എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള ടാക്സ് നിർത്തലാക്കുക. എക്സ്പോർട്ട്, സാധനങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിന് അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ ടാക്സ് കുറയ്ക്കുക. യൂണിഫിക്കേഷൻ, അതായത് കറൻസി, അവരുടെ പൈസ അതിനെ ഒരു ഒറ്റ യൂണിറ്റി ആയിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പൊ US ആണെങ്കിൽ ഡോളേഴ്സ് ആകും, UK ആണെങ്കിൽ പൗണ്ട് ആകും, അത് വേണ്ട, ഒരൊറ്റ കറൻസി ആക്കി കൊണ്ടുവരിക. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് ആ ഇതിൽ കൊണ്ടുവന്ന ഒരു റീഫോംസ് വെച്ചാൽ പുനരുദ്ധാരണം എന്നുള്ള പറയാം. പോളിസി ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, എത്രത്തോളം ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. ഇതിന് ശേഷം ഈ പ്രോസ്പെറിറ്റി അവർ കൊണ്ടുവരികയും അതിൽ കൂടെ ഷാൻഹായിലെ 1912 ഒരു നെസസിറ്റി ആയിട്ട് ഇത് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക് കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. മെഷീൻ ഷോപ്സ് ഒക്കെ ഇൻക്രീസ് ആക്കുന്നു. ബ്ലാസ്റ്റ് ഫർണസ് കൊണ്ടുവരുന്നു. 11 ഈ അപ്രൈസിംഗിൽ പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ പതുക്കെ ഈ ട്രാംവേ സിസ്റ്റം, അതായത് ട്രാംവേ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാണ്, കെട്ടിപ്പടുത്തെടുക്കാണ്. ഇതിന് സിറ്റി ഓഫ് ഷാൻഹായ് അത് കുറച്ചുകൂടെ ഡെവലപ്പായി വരുന്ന സിറ്റിയാണ്. അതും ബാക്കിയുള്ള സ്ഥലങ്ങളും തമ്മിലുള്ള ഈ ട്രാൻവേ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്മെന്റിൽ കൂടെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും. ആ ട്രാൻസ്പോർട്ടേഷൻ വഴി അവർക്ക് ഒരു ബിസിനസ് കുറച്ചുകൂടെ എന്താ പറയാ കൂടാൻ പറ്റും എന്നുള്ള ഒരു തോന്നലാണ് വരുന്നത്. ഇനി അങ്ങനത്തെ ഈ ബിസിനസ് കൺസ്ട്രക്ഷനും അതിനുശേഷം ബിസിനസ്സിനെ കുറച്ചുകൂടെ ഒക്കെ ചെയ്ത് അവരെ കൂട്ടി കൊണ്ടുവരാണ്. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഷാൻഹായിന്റെ ഒരു പവറും പൊളിറ്റിക്കൽ പവറും വന്നപ്പോഴത്തേക്കും അവര് മാർച്ച് 22 ഒരു സുങ് ഷെറാങ് എന്ന് പറഞ്ഞ ഒരു ആളെ കൊല്ലുകയാണ്, മർച്ചൻസിനെ. അപ്പോ ഇങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ വരുന്നത് നമുക്ക് മാസ്റ്റർ മൈൻഡ് ആരാണ്, അവർ വിചാരിക്കുന്നത് എന്താണ്, സണ്ണിയാറ്റ് സണ്ണാണ് ഇത് ചെയ്യുന്നതെന്നാണ് തോന്നൽ വരിക. ഇതിനുശേഷം ഈ ഒരു ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു ആകെ മൊത്തം ഒരു റെവല്യൂഷണറി എക്സ്പെരിമെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഓർഡർലി ആയിട്ടുള്ള ഇക്കണോമിക് എക്സ്പാൻഷന് പകരം അവിടെ ഒരു സെറ്റപ്പ് ക്രൈസിസ് ഉണ്ടാക്കുക 1913. ഇതിനുശേഷം ഇവര് ലീഡേഴ്സ് ആയിട്ട് വരുന്നത് യുവാൻ ആൻഡ് സൺ യാറ്റ്സൺ. ഷാൻഹായിനെ ഒരു റെബൽ ഗ്രൂപ്പായിട്ട് കൊണ്ടുവരുന്നു അവിടത്തെ. അതിനുശേഷം അവിടെയുള്ള കച്ചവടക്കാര് അവർക്ക് ഈ വിപ്ലവകാരികളോട് ഒരു ദേഷ്യം വരികയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പ് പണ്ടുന്നു. ഇതിനുശേഷം ഇവര് ഡിക്ലെയർ ചെയ്യുകയാണ്, ഷാൻഹായില് ഒരു കാരണവശാലും ഒരു ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ വാർ നടക്കാനല്ല, യുദ്ധം നടക്കാനുള്ള സ്ഥലമായിട്ട് മാറ്റാൻ പാടില്ല. ഇനി ആ സമയത്ത് കാൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവർണർ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞങ്ങൾ ഫ്രീ ആണെന്ന് അവര് ഡിക്ലെയർ ചെയ്യാണ്. ജൂലൈ 21
ഗവർണർ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാണ്. ആ ഡിക്ലറേഷനിൽ പറയുന്നത് നമ്മളുടെ യാൻറ്റിസി റിവർ വഴിയും ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ മെർച്ചൻസ് വഴിയുള്ള കോസ് വഴിയും എന്തൊക്കെ ആയാലും നമ്മൾ ബിസിനസ്സും അവരുടെ എനർജി പ്രിസർവ് ചെയ്യുക, കൺട്രിയുടെ രാജ്യത്തിന്റെ ഇതിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോവുക, പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവുക, നോർത്തേണുകാരും സൗതേണുകാരും ഇല്ലാണ്ട് ഒരു കൊണ്ടുപോവുക. ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മർച്ചൻസ് വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആർക്കാ? സൗത്തിലുള്ളവർക്ക്. അതേസമയം സൗത്തിലുള്ളവര് ഇവർക്ക് ഉപകാരങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ തന്നെയും ഈ ഹോസ്റ്റിലിറ്റി, സെക്കൻഡ് റെവല്യൂഷൻ എന്ന് പറയും, 1913 വരുന്നു. അപ്പൊ ഇവർക്ക് ഒരു ഈ ബൂർഷ്വായിത്തം, മേധാവികളോടുള്ള മനസ്സിലുള്ള ഹോസ്റ്റിലിറ്റി കൂടുതലായി വരികയാണ്. ഇനി ഈ ചേംബർ ഓഫ് കോമേഴ്സിൽ ഉള്ളവരും അല്ലെങ്കിൽ മിനിസ്ട്രിയിലുള്ളവരും മിലിറ്ററി ലീഡേഴ്സും എല്ലാം കമ്പൈൻ ചെയ്ത് ഷാൻ ഹായ്ക്കായിന്റെ സുപ്പീരിയോറിറ്റീനെ ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നു ആദ്യം കാലങ്ങൾ തുടങ്ങി. അപ്പോൾ അവരതിനെ ഒന്ന് അകറ്റി നിർത്താനും എല്ലാം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ കാരണം ഇതിന് ശേഷം 1913 ഇതൊക്കെ ഈ അപ്രൈസിങ് അല്ലെങ്കിൽ വിപ്ലവം തിരിച്ചു പോകുന്നു. വിപ്ലവത്തിന് അടിച്ചമർത്തുകയും ടാക്സ് ഒക്കെ കൊണ്ടുവരികയും ഷോപ്പൊക്കെ ഡിസ്ട്രോയ് ചെയ്തപ്പോ ഇവർക്ക് ഒരു യുവാൻ ഷിക്കായി എൻകറേജ് ചെയ്യാണ് മർച്ചന്റ് ട്രഡീഷണൽ ആയിട്ടും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും സോഷ്യലായിട്ട് ഐസൊലേഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ കാണുന്ന എന്താന്ന് വെച്ചാല് 1914 ഫെബ്രുവരിയിൽ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ലോക്കൽ അസംബ്ലികളും പ്രൊവിൻഷ്യൽ ഗവൺമെന്റും നമ്മൾ കാണുന്നു. അതിന് ആ ഗവൺമെന്റിൽ കൂടെ ഈ അസംബ്ലിയിൽ വലുതായി വരികയും അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താ വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്. മിനിസ്ട്രി ചൈനീസ് സിറ്റിയില് വലുതായി വരികയും അതിനനുസരിച്ച് മോഡേണൈസേഷൻ വരുമ്പോൾ നമ്മൾ ജനാധിപത്യം കൊണ്ടുവരുന്നു. ജനാധിപത്യം കൊണ്ടുവന്ന് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വർക്കാണ് നമ്മൾ കാണുന്നത്. ഒരു നിയമം കൊണ്ടുവരാനും നിയമം പാസ് ചെയ്യുന്നത് 1914. ഇത് കാലഘട്ടം ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമാണ്, ഓർമ്മിച്ചോളുക. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിൽ കൂടെ അവര് പൊളിറ്റിക്കൽ എക്സ്പ്രഷനാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് ഈ പൊളിറ്റിക്കൽ എന്തെങ്കിലും വൈഡ് ആയിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതും ഒരു കാര്യമാണ്. ഇനി ഈ കാലഘട്ടത്തിൽ മിലിറ്ററി അല്ലെങ്കിൽ നമ്മുടെ സോൾജേഴ്സും ഈ ബൂർഷാകളും കൂടെ ചേർന്നിട്ട് ഒരു ഓട്ടോണമി അവരുടെ ഏരിയ അനുസരിച്ച്, ജോഗ്രഫിക്കൽ അവരുടെ ഏരിയ അനുസരിച്ചും സോഷ്യൽ അനുസരിച്ചും അവരുടെ പ്രസൻസ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിൽ കൂടെ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, അവരെന്താ സെറ്റിൽമെന്റ്, ഞങ്ങളുടെ ഫോറിൻ പോലീസ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്യണം എന്നുള്ളതാണ് ഈ സെറ്റിൽമെന്റ് വഴി, ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് വഴി അവര് ആവശ്യപ്പെടുന്നത്. ഇപ്പോ ഷുവാൻ ഷക്കായിന്റെ പ്രസിഡൻസിയാണ്. അതില് ഒരു പ്രത്യേകതരമായ ഒരു എലിമെന്റ് കാണാൻ പറ്റും. ആ എലിമെന്റ് എന്ന് വെച്ചാല് ഫർദർ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കമേഴ്സ്യൽ ലെജിസ്ലേഷൻ, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക, പ്രൈവറ്റ് കമ്പനികളെ എൻകറേജ് ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ആയാലും ശരി, ട്രേഡ് ആയാലും ശരി, ഈ കമേഴ്സ്യൽ എന്റർപ്രൈസിങ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ താഴെ കൊണ്ടുവരിക. എന്നിട്ട് ഒരു സെറ്റപ്പ് ആയിട്ട് മോഡേൺ സ്റ്റേഷൻസ്, ഒരു കോട്ടൺ ആയാലും ശരി, ഷുഗർ കെയിൻ ആയാലും ശരി, എന്തായാലും ശരി, അതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. കൂടാണ്ട് ഒരു വെയിറ്റ് മെഷർമെന്റ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യല. അപ്പൊ അങ്ങനത്തെ ഈ ഡോളർ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡോളറിനെ മോണിറ്ററി ഫോമിലേക്ക് കൊണ്ടുവരികയും നടക്കുന്നത്. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റും, ലാസ്റ്റ് ഇയേഴ്സിൽ സ്ട്രോങ് സപ്പോർട്ടറായിട്ട് ക്വിങ് ഡൈനാസ്റ്റി വരുന്നു.
യുവൻ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ കൂടെയും ഒരു പവർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാല് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ ചൈനീസിന്റെ റൂളിംഗ് ക്ലാസ്സിനെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ സുവർണ കാലം എന്ന് പറഞ്ഞത്. ഇനി 1916 മുതൽ 1918 വരെ ഒരു നാഷണൽ ക്യാപിറ്റലിസം ചൈനയിൽ തുടങ്ങുകയാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതായത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനും എക്സ്പ്ലോയിറ്റേഷൻ, സാലറി മേടിക്കുന്ന ആൾക്കാരാണ് സാലറീഡ് പേഴ്സൺസ് എന്ന് പറയുക. അവരെ ചൂഷണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ചൂഷണം, അതായത് ക്യാപിറ്റലിസവും അവരെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുതലാളിമാര്, ബുർഷ്വായ്സ് എന്ന് പറഞ്ഞാൽ മുതലാളിത്വം, അവര് നമ്മളുടെ ലേബേഴ്സിനെ മാക്സിമം ചൂഷണം ചെയ്യാണ്. അതാണ് നടന്നത്. അപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം ഒരു സൊസൈറ്റിയില്, ഈ അർബൻ എക്കോണമിയില് അല്ലെങ്കിൽ സൊസൈറ്റിയില് സാധാരണക്കാർക്ക് ദേഷ്യം വരും. ആ കാലഘട്ടത്തിൽ വേൾഡ് വാറിന്റെ ടൈമാണിത്. അപ്പോ ഈ ചൈനീസ് മാർക്കറ്റ് കൂടെ പ്രൊട്ടക്ഷൻ ചെയ്ത് വരുമ്പോ ഒരുപാട് യൂറോപ്യന്റെ ആൾക്കാരുടെയും അല്ലെങ്കിൽ ജാപ്പനീസിന്റെയും അമേരിക്കൻസിന്റെയും ഇൻട്രസ്റ്റ് ഇവിടെ മേജർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് ഒരു വാറാണ് നടക്കുന്നത്, യുദ്ധമാണ്, വേൾഡ് വാറാണ് നടക്കുന്നത്. അപ്പോൾ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നമുക്ക് എലിമെന്ററി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, മെറ്റൽസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ചൈനയിൽ ഡിമാൻഡും കൂടുന്നു. ഈ ഡിമാൻഡ് അനുസരിച്ച് പുറം രാജ്യങ്ങളിൽ, അതായത് വ്യാപാരികളിൽ പുറം രാജ്യങ്ങളിൽ കൊന്നവർ അനുസരിച്ച് നോക്കുമ്പോൾ അതിന്റെ വിലകൾ, പ്രൈസ് കൂടും. എങ്ങനെ? സ്ട്രോങ് കറൻസി സിൽവർ ആക്കി മാറ്റുകയും അതിൽ കൂടെ വേൾഡ് മാർക്കറ്റ് പിടിക്കാനുള്ള ശ്രമം. ഈ വേൾഡ് മാർക്കറ്റ് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചൈനീസിന്റെ എക്കോണമി അല്ലെങ്കിൽ അവരുടെ ധനപരമായ കാര്യങ്ങളും അതേമാതിരി പുറത്തേക്ക് അയക്കുന്ന സാധനങ്ങളും ഇമ്പ്രൂവ്മെന്റ് വരുന്നുള്ളത് അറിയാം. ഇതിന് ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റീസൺ അവർ കൊണ്ടുവരുന്നു. ആ ചൈനീസ് എക്കോണമി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ആ ഡെവലപ്മെന്റിൽ കൂടെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടിരുന്ന കൺട്രി ഒന്ന് ഒപ്പം ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ചൈന ഒരു സെമി കൊളോണിയൽ സിസ്റ്റമാണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഫുള്ളി കോളനി അല്ലെങ്കിൽ കൂടെയും കൊളോണിയലിസത്തിന്റെ പരിണാമങ്ങൾ കൂടെ അനുഭവിച്ചു പോകുന്നതുകൊണ്ട് അവർക്ക് അത് അനുഭവപ്പെട്ട് പോകും. അപ്പൊ അതിൽ അനുഭവം വരുമ്പോ അവരുടെ കൈക്കപ്പോൾ അവരുടെ അനുഭവം ഗുരു എന്ന് പറയാ, അങ്ങനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങള് സിൽക്ക് ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, ഫ്രാൻസിലും ഗ്രേറ്റ് ബ്രിട്ടനിലും ഭയങ്കര ഡിമാൻഡാ. ആ ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് അവരുടെ ടാക്സും കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ട്രഡീഷണൽ ആയിട്ട് പോകുന്ന ഇവരുടെ സാധനങ്ങളാണ്. ഈ ടാക്സ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ബിസിനസിന്റെ വരുമാനവും കുറയും. അപ്പൊ ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് കുറച്ച് അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെയാണ് അവര് ഈ ഫോറിൻ മാർക്കറ്റിൽ കൂടെ കൊടുക്കണ്ട എന്നുള്ള ഒരു തോന്നല് വരികയും ചെയ്യുന്നത്. ഇനി 1919 ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നു. ഈ സെറ്റപ്പ് ചൈനീസിന്റെ എക്കോണമി ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. വേൾഡ് വാർ ടൈമാണ്, ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ പ്രോഗ്രാമിൽ ആവശ്യമുള്ള സാധനങ്ങൾ, കിട്ടുന്ന സാധനങ്ങൾ ഇൻക്രീസ് ചെയ്യുക, പിന്നെ റീപ്ലേസ് ചെയ്യുക, ഷാൻഹായി ഒന്നുകൂടെ യുദ്ധത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ചും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, റീകൺസ്ട്രക്ഷൻ ചെയ്യുക. വാല്യൂ, എക്സ്പോർട്ട് ചെയ്യുന്ന വാല്യൂ 30% ആയിട്ട് മാറ്റുക. അങ്ങനെ പല അർജൻസ് ആയിട്ടുള്ള യൂറോപ്യൻ ബയേഴ്സിന് ആർക്കാണോ വലിയ പ്രൈസ് തരാൻ താല്പര്യമുള്ളത് അവർക്ക് കൊടുക്കും. ഇനി ഇത് എങ്ങനെ മാറ്റും? ഇവിടുന്ന് സാധനങ്ങൾ കപ്പൽ മുഖാന്തരം മാറ്റുക, സീ ഫ്രൈറ്റ് എന്ന് പറയുന്നത്. കപ്പൽ മുഖാന്തരം സാധനങ്ങൾ മാറ്റുകയും യുദ്ധത്തിന് വേണ്ട ആവശ്യങ്ങൾ സാമഗ്രികൾ മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ആ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസും ഇവിടെ ആ കാലഘട്ടങ്ങളിൽ പർച്ചേസ് കൂടുതലാവുകയാണ്. ഇനി നമ്മൾ മോഡറേറ്റ് ആയിട്ട് എക്സ്പാൻഷൻ വരുന്നു.
ആ മോഡറേറ്റ് എക്സ്പാൻഷൻ വഴി പ്രോഗ്രസ് കൂടി 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 വരികയും എക്സാമ്പിൾ ആയിട്ട് എന്ന് പറയുകയാണ് നമ്മൾ പറയാണ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ ഇവിടെ അങ്ങനെ ഗ്രോത്ത്, ഇമ്പോർട്ട്, വിദേശത്തിലേക്ക് പോകുന്നതും വിദേശത്ത് നിന്നും കൊണ്ടുവരുന്നതിനാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയാം. അതിനെ ഒരു ബാലൻസ് ഓഫ് ട്രേഡിൽ കൊണ്ടുവരികയും ആ ബാലൻസിൽ ഡെഫിസിറ്റ് വരാണ്ട് നോക്കാനുള്ള ഒരു ശ്രമമാണ് അവരെ നടക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് ട്രഡീഷണൽ സെക്ടറിൽ, സാധാരണമായ ട്രഡീഷണൽ സെക്ടറിലും മോഡേൺ സെക്ടറിലും ഒരു ആവശ്യം, പുതിയ സാധനങ്ങൾക്കുള്ള ഒരു നീഡ് വരുന്നു. ആ നീഡ് കാരണം കടൽ മുഖാന്തരം എക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് കൊണ്ടുവരികയും ആ മോഡേൺ മെഷീനറീസിനെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്ഥാപിച്ചു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പ്രശ്നം വരും. അപ്പൊ ഇങ്ങനെ ഇവര് നോർത്തേണിലും സെൻട്രൽ പ്രോവിൻസിലൊക്കെ വീവിംഗ് ലൂംസ്, അതായത് കൈത്തറി ലൂംസ് ഉണ്ടാക്കി പ്രൊഡക്ഷൻ കൂട്ടി, ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂട്ടുന്നു, അർബൻ വർക്ക്ഷോപ്സ് കൂട്ടുന്നു, ക്യാപിറ്റലിസം കൂട്ടുന്നു. അപ്പൊ അങ്ങനെ പതുക്കെ 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 ഈ റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, അതായത് ഗ്ലാസ് വെയർ, മാച്ചസ്, ഹോയ്സറി, നെറ്റ്വർക്ക് സാധനങ്ങൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ കൂടുതലായിട്ടുള്ള ടെക്നിക്സ് വഴിയും അവര് റോ മെറ്റീരിയൽസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ചണം അല്ലെങ്കിൽ കെമിക്കൽസ് ഇത് റീപ്ലേസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ട്രാൻസിഷണറി മോഡേണൈസേഷൻ എന്ന് പറയാം, മാറ്റിയെടുക്കുന്നു എന്നുള്ള ലെവലില്. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അതനുസരിച്ചിട്ട് അവർ മാറ്റി മാറ്റി കൊണ്ടുവന്ന് അവര് ഒരു വലിയ ഒരു പുതു സെറ്റപ്പ്, അർബൻ സിറ്റി ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ ജീവിതം, അർബൻ സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് കൂടുതലായിട്ടും ബിസിനസ്സും മാർക്കറ്റും മാർക്കറ്റ് വാല്യൂം അല്ലെങ്കിൽ കൺട്രോൾഡ് ബൈ, എല്ലാം കൺട്രോൾഡ് ബൈ ദ മാർക്കറ്റ്, വർക്ക്ഷോപ്പ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവര് ബേസിക്കലായിട്ട് കർഷകരായിരുന്നു. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോ പിന്നെ അവര് ഈ പോർട്ടിൽ വരുന്ന, ഡോക്കിൽ വരുന്ന കൂലികളായി, റിക്ഷാ പുള്ളാസായി മാറുകയും വലിയവരായിട്ട് പ്രൊവിൻഷ്യൽ ഇതിലേക്ക്, സെൽഫ് ഗവൺമെന്റിലേക്ക് മാറുകയും ഒരു സിസ്റ്റം തന്നെ പതുക്കെ പതുക്കെ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഈ ചൈനീസ് ഗവൺമെന്റിന്റെ പുതിയതായിട്ടുള്ള കെട്ടിടങ്ങളും കമേഴ്സ്യൽ ബിൽഡിങ്സും ഇംപ്രസീവ് ആയിട്ട് കെട്ടിപ്പടുത്തു. ഷോപ്പ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, മാർക്കറ്റ് പ്ലേസ് എല്ലാം വരാൻ തുടങ്ങി. അതായത് നഗരമായി മാറുന്നു എന്നർത്ഥം. വർക്ക്ഷോപ്പ്, വെയർഹൗസ്, ഗോഡൌൺസ് ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഈ പോപ്പുലേഷനും അതനുസരിച്ചിട്ട് അർബൻ പോപ്പുലേഷൻ കൂടി കൂടി വരും. മോഡേൺ ആയിട്ടുള്ള ഒരു ബൂർഷായിത്വം ഗവൺമെന്റും അതിലേക്ക് ഒപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർജിനൽ ലെവലില് അവർക്ക് സൊസൈറ്റിയില് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ എൻറ്റിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇനി അർബൻ ലെവലില്, അതായത് ടൗൺഷിപ്പ് അല്ലെങ്കിൽ സിറ്റിയുടെ ലൈഫ് അനുസരിച്ചിട്ട് എക്കോണമിക്കലി പൈസ കൂടുതൽ ഉണ്ടാക്കുക, സോഷ്യൽ ആക്ടിവിറ്റീസ് കൂടുക, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കൂടുക, അങ്ങനെ ആ ഒരു സിസ്റ്റം വരികയും അവർക്ക് പുതിയതായിട്ട് പല കാര്യങ്ങളും പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാനും അതേമാതിരി തന്നെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം വരുന്നു. ഇനി ഈ അർബൻ സൊസൈറ്റിയിലെ പ്രിസർവേഷൻ എന്നുള്ളത് അവരുടെ ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് താല്പര്യമുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്ത് ജീവിക്കുക, അതാണ് ഉദ്ദേശം. ഫോറിനേഴ്സ് കൂടെ താമസിക്കുന്നത് കൊണ്ടും അതിന്റെ ആ ചിട്ടവട്ടങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഷാൻഹായിലും ഇതേമാതിരി തന്നെ ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പ്, ഈ ബുദ്ധിപരമായ ഒരു ഗ്രൂപ്പിന്റെ ഒരു കംഫർട്ട് വരുന്നു. അവര് ഈ സൊസൈറ്റീനെ ഒരു ടെക്നിക്കലായിട്ടും മാനേജറിയലായിട്ടും ജനറൽ എഡ്യൂക്കേഷനും, അതായത് അവിടുത്തെ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നു. എഡ്യൂക്കേഷനും ടെക്നിക്കൽ സ്കിൽസും കൊണ്ടുവന്ന് എക്സ്പാൻഷൻ ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ പറയുന്നത് May 4th മൂവ്മെന്റ് എന്ന് പറയും. അതിന് 1919
പുതിയതായിട്ടുള്ള ഒരു മെർച്ചന്റ് ക്ലാസ്സും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ അതിന്റെ കൂടെ തന്നെ അവര് ഒരു പാട്രിയോട്ടിസം, നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിലുള്ളത് ഒന്ന് വലുതാക്കി എടുക്കുക എന്നുള്ള ഒരു ഈ നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ വാറിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഡമിനേഷൻ എന്ന് പറയേണ്ടത്, വാറ് യുദ്ധത്തിന് തോറ്റു പോയി കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ട, ഏത് രാജ്യമാണോ നമ്മളെ തോൽപ്പിച്ചത് അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം, അതായത് തോറ്റുപോയതുകൊണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം മറ്റേ കണ്ടപ്പോൾ ഇവരുടെ പണത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കുറഞ്ഞു വരികയും അതുകൊണ്ടാണ് അവർ ബിസിനസ്സിലേക്ക് പോവുകയും പതുക്കെ പതുക്കെ ബിസിനസ്സിൽ നിന്ന് പിന്നെ അവര് ഒരു നാഷണൽ സ്പിരിറ്റ്, ഇത് തന്നെയാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. നാഷണലിസം എന്നുള്ള ഒരു സ്വന്തം രാജ്യത്തിനെ ഉയർത്തിക്കൊണ്ടുവരുക, അല്ലെങ്കിൽ സ്വരാജ്യ സ്നേഹം എന്ന് പറയാം. അതാണ് ചാപ്റ്റർ 11 നമ്മൾ പറയുന്നത്, പരാമർശിക്കാൻ പോകുന്നത്. ആ നമ്മുടെ സ്വരാജ്യ സ്നേഹം അല്ലെങ്കിൽ സ്വരാജ്യത്തിനോടുള്ള പ്രതിപത്തിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ് 11ാം ചാപ്റ്ററിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ 10 തീർത്തത്. അപ്പൊ ഈ 11ാം ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ മഞ്ജു ഡൈനാസ്റ്റി മാറ്റിയും അവരുടെ ആന്റി മഞ്ജി ഫീലിങ്സ് പോകുന്നു. പിന്നെ ശേഷം മഞ്ജു റൂള് 1911 റവല്യൂഷൻ വരെ മാറ്റിമറിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഫോറിൻ കൺട്രികൾ വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അവരെ മാക്സിമം അവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യിച്ചെടുക്കുകയും അങ്ങനെ അവർക്ക് ബെനിഫിറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പഠനം കിട്ടുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈ പതുക്കെ പതുക്കെ ആൾക്കാർക്ക്, അതായത് ചൈനീസ് ഗവൺമെന്റ്, ചൈനയിൽ സ്വരാജ്യമായ ആൾക്കാർക്ക് ഈ ഐഡിയ, എന്റെ രാജ്യം, നേഷൻഹുഡ്, എന്റെ രാജ്യം എന്നുള്ള നാഷണലിസം അല്ലെങ്കിൽ സ്വരാജ്യ പ്രേമം, സ്വരാജ്യം, എന്റെ രാജ്യം എന്നുള്ള ഒരു തോന്നൽ വരികയും നമ്മൾ ഫോറിൻ കൺട്രിയിൽ വെസ്റ്റിൽ നിന്നിട്ടുള്ളവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അവരെ മാറ്റി ഓടിച്ചു വിടണം എന്നുള്ള ഒരു അറിവ് അവര് എടുക്കുകയാണ്. ഈ അറിവിൽ കൂടിയാണ് അവര് ഈ പുറത്തേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്ന് നമ്മളുടെ രാജ്യത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ ബിസിനസ് ചെയ്യുന്നു. അവരെ മാറ്റണം. അതിനാണ് നമ്മൾ നാഷണലിസം പറയാം, അല്ലെങ്കിൽ ഇമ്പീരിയലിസം മാറ്റണം എന്ന് പറയും. അപ്പോ ട്രേഡ് പ്രത്യേകമായിട്ട് പറയുമ്പോൾ നമ്മൾ ട്രേഡാണ്. ചൈനീസ് ഗവൺമെന്റിന്റെ ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ജോഗ്രഫിക്കലോ ഡിസ്റ്റൻസിലും ചൈനീസ് സൊസൈറ്റിയും ഒരു പ്രത്യേക ട്രിബ്യൂട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ പുറം രാജ്യത്തിൽ നിന്ന് വരുന്നവർ അവിടുത്തെ രാജാവിന് എന്തെങ്കിലും ഒരു കാഴ്ച വയ്ക്കുക, തിരുമുൽ കാഴ്ച വയ്ക്കുക എന്ന് പറയാം. അതിനാണ് ഈ ട്രിബ്യൂട്ട് എന്ന് പറയാം. അപ്പൊ രാജാവിന് നമ്മൾ കാഴ്ച വയ്ക്കുന്ന സാധനങ്ങൾ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ ചൈനീസ് അവർക്ക് ട്രിബ്യൂട്ട് കൊടുക്കും, അതായത് തിരുമുൽ കാഴ്ച വയ്ക്കും. തിരുമുൽ കാഴ്ച വെച്ച ശേഷം അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഗവൺമെന്റ്, അതായത് രാജാവ് ചെയ്യണം എന്നുള്ളതാണ് ഒരു സിസ്റ്റം. ഈ സിസ്റ്റം കൂടെ വരുമ്പോഴത്തേക്കും എംപറർ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്ന ആളിനെ അവരുടെ വിശ്വാസം, ചൈനീസിന്റെ വിശ്വാസ പ്രകാരം ദൈവത്തിന്റെ മകനാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ മകനാണ്. അവര് ചൈനീസുകാരുടെ ഒരു വിശ്വാസം അതാണ്, ഞങ്ങള് ഭയങ്കര സുപ്പീരിയർ ആണ്, ഞങ്ങൾ അല്ലെങ്കിൽ വലിയ ആൾക്കാരാണ്, അപ്പോ ബാക്കിയുള്ളവരൊക്കെ താഴ്ന്നവരാണെന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ട്. അല്ലെങ്കിൽ ആ നേഷൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു സിസ്റ്റം അവിടെ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ തിരുമുൽക്കാഴ്ച മേടിക്കുകയും പുറം രാജ്യങ്ങളിൽ വരുന്ന യൂറോപ്യൻ ട്രേഡിനായിട്ട് വരുന്നവർക്ക് ഗവൺമെന്റ് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അതാണ് ലേറ്റർ ഓൺ അവരെ ഈ കാഴ്ചവെച്ചു. യൂറോപ്യൻ വേൾഡിൽ നിന്ന് ആൾക്കാർ വരുന്നവരെ കാഴ്ചവെച്ചു. അവര് ചൈനീസ് ഗവൺമെന്റ് സിനോസെൻട്രിക് നേഷൻ എന്നാണ് പറയാ. ഇവിടെ സിനോസെൻട്രിക് നേഷൻ പറയാ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സുപ്പീരിയർ കോംപ്ലക്സ്. ബാക്കിയുള്ള കൺട്രികളൊക്കെ നമ്മുടെ ചൈനയെക്കാട്ടിൽ താഴ്ന്നതാണ്.
ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൺട്രി എന്നുള്ള ആ തോന്നലാണ് ഇവരുടെ സിനോഫോബിയ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഫോബിയ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ ചൈനയിൽ വരികയും അവർക്ക് വസ്തുക്കൾ, മൂല്യവസ്തുക്കൾ ദാനം തിരുമുൽ കാഴ്ച വെക്കുകയും രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രാജാവ് അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ കൂടെ ഇവര് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടത്തെ റിലീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. ആ ബുദ്ധമതത്തിനെയാണ് ഇവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് ഗവൺമെന്റ് ബുദ്ധമതത്തിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇന്ത്യയായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടും ജോഗ്രാഫിക്കലി ഇന്ത്യയും ചൈനയും അടുത്തടുത്തായതുകൊണ്ടും ഈ സ്പിരിറ്റ് അല്ലെങ്കിൽ ആ നാഷണൽ സ്പിരിറ്റ് അതും കൂടെ അവിടെ എടുത്ത് പരാമർശിക്കുന്നു. കൂടാണ്ട് ഇവരുടെ ഓപ്പിയം വാറിന്റെ സമയത്ത് 1840 ഈ ബ്രിട്ടൻ ഓപ്പിയം വാറിൽ ഇവരെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? അവരുടെ 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിൽ അടിച്ചമർത്തി കഴിയുമ്പോൾ അവരുടെ ഓപ്പിയം ട്രേഡും അവരുടെ നിർബന്ധമായിട്ടുള്ള ഒരു സെറ്റപ്പും വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതങ്ങോട്ട് അവർ മാക്സിമം യൂറോപ്യൻ കൺട്രിക്കാര് യൂട്ടിലൈസ് ചെയ്യുന്നു. അതാണ് സംഭവിച്ചത്. ഇനി 20ാം നൂറ്റാണ്ടിൽ ഒരു അമേരിക്കൻ സിനോളജിസ്റ്റ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പാരഫ്രൈസ് ചെയ്തു പോയിട്ടുള്ളത്, ഏതൊക്കെ ലെവലിലാണ് ചൈനയില് സ്വരാജ്യ സ്നേഹം ഉണ്ടാകാനുള്ള കാരണം. ഈ സ്വരാജ്യ സ്നേഹം എന്ന് വെച്ചാൽ സ്വന്തം മാതൃ രാജ്യത്തിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ആ കാരണം എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോറിൻ കൺട്രികളിൽ നിന്ന് വന്നിട്ടുള്ളവർ, വിദേശികളും വിദേശികളുടെ നയങ്ങളും അതിനെ ഒപ്പോസ് ചെയ്യുക. അതാണ് ആദ്യത്തെ പോയിന്റ്. ആ വിദേശ നയത്തിനെയും വിദേശ റൂളിനെയും എതിർക്കുക. രണ്ടാമതായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടും മോഡേൺ ആയിട്ടും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നാഷണൽ സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിൽ കൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും കൾച്ചറായിട്ട് നമ്മൾ ഇന്ത്യയിലും ഇതേ ഫീലിങ്സ് നമുക്ക് വന്നിട്ടുണ്ട്. സോഷ്യൽ സിസ്റ്റം, അവരുടെ കൾച്ചർ വേറെ, പരദേശികളുടെ കൾച്ചർ വേറെ, നമ്മളുടെ കൾച്ചർ വേറെ. അപ്പൊ ആ കൾച്ചറൽ ഡിഫറൻസിനെ മാറ്റണം. ഇത് തന്നെയാണ് ചൈനയിൽ നടന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞത് മോഡേൺ ആയിട്ടിരിക്കണം, പക്ഷെ നമ്മുടെ രാജ്യത്തിലുള്ളതിനെ പറ്റി കൂടെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം. മൂന്നാമതായിട്ട് പറയണ എന്താ? ഈ നാഷണലിസം അല്ലെങ്കിൽ സ്വരാജ്യ സ്നേഹം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മഞ്ജു ഓർ ക്വിങ് ഡൈനാസ്റ്റിനെ പറ്റിയാണ്. അവരിൽ കൂടെ ഇതിനെ പ്രോമിനന്റ് ആക്കണം, ഈ ആന്റി ഇമ്പീരിയലിസത്തിനെ പ്രോമിനന്റ് ആക്കണം എന്നുള്ളതാണ്. ഇനി ഇതില് എങ്ങനെ നമുക്ക് ഇവരെ മാറ്റാൻ പറ്റും? 20ാം നൂറ്റാണ്ടിൽ പുതിയതായിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പരാമർശത്തിൽ കൂടെ പുതിയതായിട്ടുള്ള സെറ്റപ്പ് കൊണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ടെർമിനോളജി അല്ലെങ്കിൽ ഭാഷകൾ, സോവറിൻ റൈറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നാഷണൽ സോവർണിറ്റി സ്വന്തം കാര്യങ്ങൾ നോക്കുക. ഇതിനെ ചൈനയിൽ കൊണ്ടിരിക്കണം. ഓപ്പിയം വാറിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാർ മുഴുവനും അടങ്ങിക്കൊടുത്തിരുന്നു. അവർക്ക് പുറം രാജ്യത്തെ വിദേശികൾക്ക് അടങ്ങിക്കൊടുത്തിരുന്നു. കൂടാണ്ട് ചൈന വാർ ഇൻഡെമിനിറ്റി, അതായത് പാരിതോഷികമായിട്ടും അല്ലെങ്കിൽ വിപ്ലവത്തിൽ തോറ്റു പോകുമ്പോൾ തോറ്റ രാജ്യം ജയിച്ച രാജ്യത്തിന് ഒരു എമൗണ്ട് പൈസ ആയിട്ട് കൊടുക്കേണ്ടത്, കൺസെഷൻസ് ആയിട്ട് കൊടുക്കണം. അതിനെയാണ് സാധാരണയായിട്ട് നമ്മൾ പറയാറ് ഇൻഡെമിനിറ്റീസ്. അപ്പോ ഈ ജാപ്പനീസ് വാറില് 1894-95 ചൈനയും ജപ്പാനും തമ്മിലുള്ള വാറിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ചൈന ഭയങ്കര വീക്കായിരുന്നു.
അതുകൊണ്ട് എന്ത് പറ്റി? വീക്കായ രാജ്യത്തിനെ ജപ്പാൻ അടിച്ചമർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അവര് ഞങ്ങൾ ജയിച്ചു, ഞങ്ങളാണ് നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നത്, അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കൺസെഷൻസ് വേണം. അതിന് നമ്മൾ പറയാ സ്ക്രാമ്പിൾ ഓഫ് കൺസെഷൻസ് എന്നാണ്. ഒരുപാട് കൺസെഷൻസ്. അപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്കാണ് അവര് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വിദേശ നയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ വിധത്തിലും അവർ എൻക്രോച്ച്മെന്റ് എടുക്കുകയും 60 വർഷം ഈ ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്, അതായത് ഈ പൈസ അല്ലെങ്കിൽ അവർക്ക് ചൈന ഗവൺമെന്റ് ജാപ്പനീസിന് കൊടുക്കുന്നതിനാണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ അതേമാതിരി തന്നെ ഈ പവർ അല്ലെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ചൈനീസിന്റെ അധികാരികൾക്ക് ഒന്ന് റീഅസേർട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയാ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെ അത് ടിബറ്റൊക്കെ കൺട്രോളിൽ വരണം? ആ കാലഘട്ടത്തിൽ റഷ്യ ചൈന ഓക്യുപ്പൈ ചെയ്യുന്നു, മഞ്ചൂരിയ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുകയും അതിനുശേഷം, കാരണം ഈ 1995 ഒരു ജാപ്പാന്റെ പവർ ഡിഫീറ്റ് ആയി പോയ മഞ്ചൂരിയനെ അവർ പിടിച്ചെടുക്കുന്നു. ചൈനീസ് ഗവൺമെന്റ് ആ സമയം തന്നെ നഷ്ടപ്പെടുത്താണ്ട് വേഗം തന്നെ നമ്മുടെ ആൾക്കാരെ മഞ്ചൂരിയയിലേക്ക്, അതായത് മഞ്ചൂരിയയിലേക്ക് നമ്മുടെ ചൈനീസ് ആൾക്കാർ പോവുക, അവിടെ പോയി താമസിക്കുക, അവിടെ തന്നെ ജാപ്പനീസിന്റെ ആൾക്കാരെ ഓട്ടിക്കുക, അല്ലെങ്കിൽ ജപ്പാൻ തിരിച്ചു വരാണ്ടിരിക്കുക. ഇതിന് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാല്, കാരണം റഷ്യ ആ സമയത്ത്, ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ അടുത്താണല്ലോ, റഷ്യ ആ സമയത്ത് മംഗോളിയയിലേക്ക് അറ്റൻഷൻ മാറ്റുന്നു. റഷ്യയുടെ അറ്റൻഷൻ മംഗോളിയയിലേക്ക് മാറിയപ്പോൾ ജപ്പാനിനെ ഒതുക്കാൻ വേണ്ടി ചൈനീസിന്റെ ആൾക്കാര് മഞ്ചൂരിയയിലെത്തി. അവിടെ അവർക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത്, അതായത് ചൈനീസിനെ സപ്പോർട്ട് ചെയ്ത് അത് കൊണ്ടുവരാനുള്ള ചൈനീസിന്റെ ഗവൺമെന്റ് നമ്മൾക്കുള്ള പവറിനെ തിരിച്ചു പിടിക്കണം, അതാണ് ഉദ്ദേശം. നമ്മളുടെ സോവർണിറ്റി നമ്മൾ തിരിച്ചു പിടിക്കണം. അതിന് ചെയ്തത് എന്താന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാരെ ചൈനീസിനെ മംഗോളിയയിലേക്ക് പറഞ്ഞേക്കും. പിന്നെ അവിടെയുള്ള ഓഫീസേഴ്സിനെ, റഷ്യയിലുള്ള ഓഫീസേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ളവരെ റഷ്യൻ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഗവൺമെന്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക. പിന്നത്തത് ചൈനീസിന്റെ വിധത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ സെറ്റപ്പ് ചെയ്യുമ്പോൾ പരമ്പരാഗതമായ പഴയ സ്വഭാവമുള്ള ഓഫീസേഴ്സ് അയക്കാൻ പാടില്ല. പുതിയ ചൈനീസ്, അതായത് ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ അഡ്മിനിസ്ട്രേഷൻ പുതിയ വിധത്തിൽ പരിഷ്കാരമുള്ള ഓപ്പൺ മൈൻഡുള്ള മോഡേൺ ആയ ചൈനീസ് ഗവൺമെന്റ്. മൂന്നാമത്തത്. നാലാമതായിട്ട് വരുമ്പോ എന്താ, ചൈനീസ് ഗാരിസൺ ട്രൂപ്പിനെ പുറത്തേക്ക് അയക്കുക. ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ പോളിസികൾ പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ചൈനന്റെ ഒരു പാർട്ടീഷൻ വരാണ്ടിരിക്കാനും ചൈനയെ ജാപ്പനീസ് കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവര് ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്നു, മീറ്റിംഗ്സ് നടത്തുന്നു, എല്ലാവിധമായ ആൾക്കാരെ ഷാൻഹായിലേക്ക് വിളിക്കുന്നു, സംസാരിക്കുന്നു. അത് കൂടാണ്ട് ഇതിനെപ്പറ്റി ജനറലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പാട്ടുകളും തിയേറ്റർ ഷോസ്, നമ്മൾ പറയില്ലേ നാടകം, തെരുവ് നാടകം, തിയേറ്റർ ഷോ, തെരുവ് നാടകം മുഖാന്തരമും പാട്ടുകൾ മുഖാന്തരമും ഇന്ത്യയിൽ നടന്നിട്ടുള്ള, അതായത് ബ്രിട്ടീഷുകാർ കാണിച്ച കഷ്ടങ്ങൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും അതേമാതിരി ഇൻഡോ ചൈനയില് ഫ്രഞ്ചുകാർ ചെയ്ത അട്രോസിറ്റി അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങളെ അവര് പാട്ട് മുഖാന്തരവും റോഡ് ഷോ മുഖാന്തരവും തിയേറ്റർ ഷോ മുഖാന്തരവും അവർക്ക് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ കാണുമ്പോൾ വിശ്വസിക്കും എന്നുള്ളതാണ് അർത്ഥം. ഇനി അതുകൂടാണ്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നു,
പബ്ലിസിറ്റി മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നു. ഇതിൽ കൂടെയൊക്കെ നമ്മൾ എന്താ പറയുന്ന വെച്ചാല് ഒരു ഒരു സ്വരാജ്യ സ്നേഹത്തിനെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാന്നാണ്. അതിൽ ആൾക്കാരുടെ മനസ്സിൽ സ്വന്തം രാജ്യത്തിനോട് ഇഷ്ടം തോന്നണം. ആ ഇഷ്ടത്തിനെ നമ്മൾ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് ഈ വിദേശികളെ ഓടിക്കണം. ഇതാണ് ഉദ്ദേശം. ഇത് കൂടാണ്ട് 1905 നമ്മൾ ഇന്ത്യയിൽ കണ്ടിരുന്നു ഒരു ബോയ്ക്കോട്ട് സാധനങ്ങൾ, അതായത് ബ്രിട്ടീഷ് സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണുന്നത് അമേരിക്കൻ സാധനങ്ങൾ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ ആക്ടും ജാപ്പനീസിന്റെ സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് നഷ്ടം വരും, പണനഷ്ടം വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ബിസിനസ് അടിച്ചാൽ അവരുടെ വരുമാനം കുറയും. അങ്ങനെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതായത് തത്സുമാരു എന്നൊരു കേസ് ഉണ്ടായിരുന്നു 1998. അതിൽ ചൈനീസിന്റെ മെർച്ചൻസിന്റെയും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു നാഷണലിസം, നമ്മളിവിടെ ചർക്കയിൽ സാധനങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ സ്വന്തം സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതേമാതിരി ഇവിടെയും അവര് റീഫോം ചെയ്ത് മഞ്ജു ഗവൺമെന്റിനെ റീഫോം ചെയ്ത് ഉദ്ധരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. ഇനി നാഷണലിസം, സ്വയം രാജ്യം അല്ലെങ്കിൽ നമ്മളുടെ ഫോംസ് ഉണ്ടാക്കുകയാണ്. മഞ്ജു ഡൈനാസ്റ്റി, മഞ്ജു റൂളിനെയൊക്കെ പറ്റിയുള്ളതും ഒരുമിച്ച് ഡിബേറ്റ് നടത്തുന്നു, ഡിസ്കഷൻ നടത്തുന്നു, രാജ്യസ്നേഹികളെ തമ്മിൽ സംസാരിപ്പിക്കുന്നു. അതിനുശേഷം അവർക്ക് ഓപ്പൺ ആയിട്ട് ഈ വിദേശ നയത്തിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ചെയ്യിക്കുകയും അതിൽ കൂടി ആൾക്കാർക്ക് അവയർനെസ്, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ബാക്കിയുള്ള വിദേശികൾ നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അത് ആ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു നേഷൻ ഫീൽഡിങ് നമ്മളുടെ നേഷന് ഉണ്ടാക്കാൻ വേണം എന്നുള്ള ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേഷൻ കെട്ടിപ്പടുത്താൻ ശ്രമിക്കുന്നു. പിന്നെ ക്വിങ് ഡൈനാസ്റ്റി 1644 ആന്റി മഞ്ജു സെന്റിമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ കൂടെ ഇവർ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഡൈനാസ്റ്റി വീക്കെൻഡ് ആയി പോയപ്പോഴത്തേക്കും ആ റെവല്യൂഷണറി നാഷണലിസം കൊണ്ടുവരികയും മഞ്ജു ഡൈനാസ്റ്റിയുടെ റിയാക്ഷനെ കൊണ്ടുവന്ന് അവര് ഒരു ഗ്രൂപ്പ് നോൺ ഹാൻ ഡൈനാസ്റ്റി എന്ന് പറയും, അവര് ആ ഗ്രൂപ്പിനെ മാറ്റാൻ ഉള്ള ശ്രമം എടുക്കാണ്. ഇവിടെ നമ്മൾ കാണാമെന്ന മഞ്ജു റൂളേഴ്സ് ഏലിനേറ്റ് ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റുകയും കൂടുതലായിട്ട് റിമോട്ടായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനുശേഷം നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ എംപറർ സിസ്റ്റം മാറി ഒരു പുതിയതായിട്ടുള്ള ഒരു ആന്റി മഞ്ജു ഫീലിംഗ് വരുന്നു അവിടെ. അതിനുശേഷം അവർ കാണിക്കുന്നത് സീക്രട്ട് സൊസൈറ്റി ഫോർമേഷനും ഓവർസീസിലുള്ള ചൈനീസ് കമ്മ്യൂണിറ്റീസിന്റെ സ്ലോഗം കൊണ്ടിരിക്കുകയും ഓവർത്രോ എന്ന് പറയും, അല്ലെങ്കിൽ മഞ്ജുവിനെ മാറ്റിയിട്ട് ചൈനീസ് ഗവൺമെന്റിനെ കൊണ്ടുവരും എന്നുള്ള അഭിപ്രായങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഫീലിങ്സ് ഇങ്ങനെ മാറി മാറി വരികയാണ്. പതുക്കെ സ്വരാജ്യ സ്നേഹവും റെവല്യൂഷണറി ഫീലിങ്സും കൊണ്ടുവരുന്നു. ഈ സ്വരാജ്യ സ്നേഹം കൊണ്ടുവരുമ്പോൾ 2 മേജർ പൊളിറ്റിക്കൽ സീൻസ് അവിടെ വരുന്നുണ്ട്. ഒന്ന് മിലിറ്ററി ഗ്രൂപ്പ് യുവാൻ ഷക്കായിന്റെ ലീഡർഷിപ്പില്, പിന്നൊന്ന് സീക്രട്ട് സൊസൈറ്റി പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിന്റെ പേരാണ് കുമിങ്ടാങ് എന്നുള്ള പാർട്ടി. ആ പാർട്ടി രണ്ടുപേരും കൂടിയാണ് പിന്നെ ഇതിനെ ടേക്ക് ഓവർ ചെയ്ത് പുതിയതായിട്ടുള്ള പരാമർശങ്ങൾ, എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, നാഷണലിസം ഇതൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോ 1917 ചൈന വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എന്തിനാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കാര്യങ്ങളും തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ഹോപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് പെട്ടെന്ന് അത് നന്നാകാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ലോൺസും ബോക്സർ ഇൻറ്റർമിനിറ്റീസ്, ബോക്സർ റെബല്യനിലൊക്കെ നിർത്താനും നെഗോഷിയേഷൻ ചെയ്യുന്നുണ്ട്. ചൈനയുടെ പൊസിഷൻ, ഞങ്ങൾക്ക് മഞ്ചൂരിയ തിരിച്ചു തരണം എന്നുള്ള ഓരോ കാലഘട്ടങ്ങളിൽ അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഇപ്പൊ ഇതിലെവിടെ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് May 4th മൂവ്മെന്റ് ആണ്. May 4th മൂവ്മെന്റ് വഴി അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റീസ് ഉണ്ടായിരുന്നു ജർമ്മനി ആയിട്ടും ഓസ്ട്രിയ ആയിട്ടും.
അതൊക്കെ മാറ്റണം. ജർമ്മന്റെ റൈറ്റ് ഷാൻടോങ്ങിലുള്ളത് മാറ്റണം. 99 വർഷത്തെ ലീസിംഗ് എന്ന് വെച്ചാൽ കരാറാണ്. കരാർ 99 വർഷം ലീസിൽ കൊടുക്കുക. അതൊക്കെ മാറ്റണം. സോവർണിറ്റി മാറ്റണം. ഇങ്ങനത്തെ ലോജിക്കലായിട്ടുള്ള അവര് കാര്യങ്ങളാണ് ജർമ്മനിയിൽ നിന്നുള്ള ആർഗ്യുമെന്റിന് ചെയ്യുന്നത്. ഇതൊക്കെ മാറ്റി ട്രാൻസ്ഫർ ചെയ്യണം, പുതിയതായിട്ടുള്ള ഗവൺമെന്റ് വരണം. ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ജപ്പാനിന്റെ 21 ഡിമാൻഡ് ഷുക്കാൻ ഗവൺമെന്റിലുള്ള 21 ഡിമാൻഡ്സ് വയ്ക്കുന്നുണ്ട്. ചൈന അതേസമയം പ്രൊട്ടസ്റ്റ് ചെയ്യും. അതേസമയം തന്നെ ഇന്റർനാഷണൽ ലോ അഗ്രിമെന്റ് വെച്ചിട്ട് 1915 US സെക്രട്ടറി ബേറിന്റെ ഇംപ്ലിക്കേഷനിൽ ഒരു പ്രസിഡന്റ് വിൻഡ്രോ വിൽസൺ ആണ് ആ സമയത്ത് സ്പീച്ച് വഴി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതും. അങ്ങനെ ചൈന ഒരു പീസ് കോൺഫറൻസിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പീസ് കോൺഫറൻസിൽ റെസ്റ്റോറേഷൻ, ഷാൻഹായ് പെനിൻസുല തിരിച്ചു വരാനുള്ള ഒരു റെസ്റ്റോറേഷൻ മൂവ്മെന്റ് നടത്തുന്നു. 1919 ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വരുന്നു. കൺട്രോള് ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ ഷാൻടോങ് പൊസിഷൻ കൺഫേം ചെയ്തിട്ട് ചൈനീസ് ജാപ്പനീസ് എഗ്രിമെന്റ് 1915 അതിന്റെ കൂടെ തന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇറ്റാലിയൻ എഗ്രിമെന്റിലും ഇത് സൈൻ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഡെവലപ്പ് ആവുന്നത്. ജാപ്പനീസിന്റെ ഡെലിഗേഷൻ കോൺഫറൻസിൽ പങ്കെടുക്കുന്നു, സീക്രട്ട് കമ്മിറ്റികൾ നടത്തുന്നു, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി ഒക്കെ ജോയിൻ ചെയ്യുന്നു. ചൈനീസിന്റെ സീക്രട്ട് അലയൻസസ് ജപ്പാനായിട്ട് വരുന്നു. സീക്രട്ട് അഗ്രിമെന്റ് പെക്കിംഗ് ഗവൺമെന്റ് ചൈനീസിന്റെ പ്രപ്പോസൽസ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഫൈനാൻസിങ് എന്നുള്ള ലെവലാണ്. പണം കൊടുക്കുക. എന്ത് ഓപ്പറേഷനാണ്? റെയിൽവേസ് ഉണ്ടാക്കാനും അതേമാതിരി ചൈനയിലെ കേസസ് വീക്കാണ്. ഇനി ഏപ്രില് നെഗോഷിയേഷൻസ്, ചൈന ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു. ഈ മെമ്മോറാണ്ടം മെയ് 17 വരെ കൊടുക്കുന്നു. ഇതിൽ വഴി കുറെ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. പ്രപ്പോസല് ഇൻഫ്ലുവൻസ് കുറയ്ക്കുക, അബോളിഷൻ, എല്ലാ ടാക്സുകളും കുറയ്ക്കുക, അങ്ങനെ കുറെ കൺസെഷൻസ് ഒക്കെ ചോദിച്ചിട്ട് അവർ സെറ്റിൽമെന്റ്, റെസ്റ്റോറേഷൻ എന്ന് പറയും. ചൈനയെ തിരിച്ച് നല്ല വിധത്തിലുള്ള റെസ്റ്റോറേഷൻ ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 8 കൺസെഷൻ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരും സംസാരിക്കാൻ കഴിവുള്ള കുറെ ഔട്ടർ ആയിട്ടുള്ളവർ സംസാരിച്ച് മെയ് 4 ഒരു പിള്ളേര്, സ്റ്റുഡൻസ് ഗവൺമെന്റിനെ പറ്റിയും അതിനെപ്പറ്റി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ട്രേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുകയും കുട്ടികള്, സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അത് പെട്ടെന്ന് എഗ്രിമെന്റ് ആവും. ഐ മീൻ ഗവൺമെന്റ് എല്ലാവിധ പരേഡും ബാൻ ചെയ്യും. അവരെ ഡെമോൺസ്ട്രേഷൻ, നമുക്ക് ഇന്ത്യയിൽ കണ്ടമാതിരി തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികളെ പിടിക്കുക, അല്ലെങ്കിൽ അവരെ ഡിസ്മിസിൽ ചെയ്യുക, ഒഫീഷ്യൽസിനെ ഡിസ്മിസിൽ ചെയ്യുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും നടത്തിയാണ് അവര് കൊണ്ടുവരുന്നതും. അവസാനമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാല് ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി വാർലോഡിസം വരുന്നു. ചൈനീസിന്റെ നാഷണലിസം കൂടുതലായിട്ട് ഡെവലപ്പ് ആകുകയും ആ ഡെവലപ്മെന്റിൽ കൂടെ നമ്മൾ ചൈന ഗവൺമെന്റിന്റെ ഒരു സെറ്റപ്പ്, നാഷണലിസം എന്നുള്ള ആ ക്വിങ് പീരീഡിനെ മാറ്റി അവർ പല വിധത്തില് എല്ലാവിധ കച്ചവടക്കാരും ഇന്റലക്ച്വൽസും സ്റ്റുഡൻസും ഇന്ത്യയിൽ കണ്ടമാര് തന്നെ എന്ന് പറയാം, മിലിറ്ററിയിലുള്ളവരെല്ലാം യുണൈറ്റ് ചെയ്തിട്ട് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്? പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് എക്സ്റ്റേണൽ എനിമിയാണ്. ആ എക്സ്റ്റേണൽ എനിമിയെ നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതേമാതിരി ഇവിടെ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അവര് ഈ 1915 കോൺഷ്യസ്നെസ്, അതായത് നാഷണലിസം പുരോഗതിയിലേക്ക് കൊണ്ടുപോയി അവരുടെ രാജ്യം അല്ലെങ്കിൽ അവരുടെ നാടിന് വേണ്ടിയിട്ട്, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ മൂവ്മെന്റ്, ഈ മെയ് മൂവ്മെന്റിനെ അവര് എടുക്കുകയും വളരെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ആൾക്കാരുടെ ഇടയിൽ പരാമർശിച്ച് അവസാനമായിട്ട് അവര് യൂത്താണ് കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ. ഈ സപ്പോർട്ട് ചെയ്ത ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെയും
പീസ് കോൺഫറൻസ് വരികയും അതിൽ വഴി ഇവര് നാഷണലിസം കൊണ്ടുവന്ന് ഈ മെയ് 4th മൂവ്മെന്റ് വഴിയും ബ്രോഡറായിട്ട് വലിയ വിധത്തില് സോഷ്യൽ ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ്, പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചൈനീസിന്റെ ഡെലിഗേഷൻ പാരീസിൽ വരുന്നു. പക്ഷെ അവര് സൈൻ ചെയ്യില്ല, ട്രീറ്റി സൈൻ ചെയ്യില്ല. അതായത് വാർലെറ്റ് ട്രീറ്റി സൈൻ ചെയ്യാണ്ട് ചൈന തിരിച്ചു പോവുകയാണ്. ഡിമാൻഡ് വെച്ചിട്ട് അവര് സോവറിൻ കമ്മ്യൂണിറ്റി ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് നേഷൻസിന് വേണ്ടത് കിട്ടണം, അല്ലാണ്ട് ഞങ്ങൾ സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഡെലിഗേഷൻ പാരീസ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വന്നിട്ട് അവര് ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൽ അവർ സൈൻ ചെയ്യാണ്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോയിട്ട് അവരുടെ സോവറിനായിട്ട് നേഷൻസിന്റെ കൂടെ ജോയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതോടുകൂടി ഈ 11ാമത്തെ ചാപ്റ്ററും ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.